ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു പഴമൊഴി അനർത്ഥമാക്കിക്കൊണ്ട് തന്നെ ദിലീപിന്റെ കേസ് ആ വഴിത്തിരിവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊരു സംശയമുണ്ടല്ലേ പൗർണമി? കാരണം ദിലീപിനെ ഇനി ഏത് രീതിയിലും അല്ലെങ്കിൽ എല്ലാ ലെവലിലും ദിലീപ് പെടുമെന്ന കാര്യത്തിൽ സംശയം ഏതുമില്ല. കാരണം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പൾസർ സുനിയുടെ മൊഴി കൂടെ അനുസരിച്ച് വിചാരണയൊക്കെ പൂർത്തിയായിരിക്കുകയാണ്. എന്താണ് അദ്ദേഹം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്? പക്ഷേ കോടതിയിൽ പറഞ്ഞിരിക്കുന്നതിന്റെ ഒരു വേർഷനാണോ ഇനി മീഡിയയ്ക്ക് കൊടുത്തത് നമുക്കറിയാം. മീഡിയയ്ക്ക് കൊടുത്തതല്ല, സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ രഹസ്യമൊഴി എന്ന രീതിയിൽ, അല്ലെങ്കിൽ രഹസ്യമൊഴി ഒന്നും പറയാൻ പറ്റില്ല, ഒളി ക്യാമറ വെച്ച് എടുത്തിട്ടുള്ള സംഭവങ്ങളാണ് ഒരുപക്ഷെ. അതുകൊണ്ട് മേ ബി ഇത് പോലീസുകാരെ പൾസർ സുനിയിൽ നിന്ന് നേരിട്ട് കേട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കോടതി കേട്ടിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും ദിലീപ് പെട്ടു എന്ന് തന്നെ തോന്നുന്നു അല്ലേ പൗർണമി? അല്ല, ഓൾറെഡി അത് പെട്ട് കിടക്കുകയാണ്. ഇപ്പം 8 വർഷത്തോളം ആവുന്നു. ആ 8 വർഷത്തോളമായിട്ട് ഈ ഒരു കേസിന്റെ ഭാഗമായിട്ട് ഈ കേസിലെ 8ാം പ്രതിയായിട്ട് തന്നെ നിൽക്കുകയാണ്. നമുക്കറിയാം, ആദ്യം തന്നെ ഒരു 3 മാസത്തോളം ജയിലിൽ കിടന്നിരുന്നു. ഇപ്പോൾ പലരും നമ്മളാണെങ്കിൽ പോലും ഈ ഒരു വിഷയം എടുത്ത് ചർച്ച ചെയ്യുമ്പോൾ പലരും പല രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതായത് ദിലീപ് പ്രതിയാണെന്ന് നിങ്ങൾ തീരുമാനിച്ചോ, ഇത് കോടതിയിൽ കേസ് നടക്കുന്നതല്ലേ? ഇപ്പം അതിനെപ്പറ്റി പറയാനുള്ളത്, ഇപ്പം നമ്മളായിട്ട് തീരുമാനിച്ചതല്ല ഇതൊന്നും. ഇതെല്ലാം നിയമത്തിന്റെ വഴിയെ നടന്നു പോകുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ വിധി വരാൻ അധികം സമയമൊന്നും വേണ്ട. ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ഏറെക്കുറെ ഒരു 1-2 മാസത്തിനകം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിചാരണയെല്ലാം പൂർത്തിയാക്കിയ ഒരു കേസാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലോട് കൂടി ശരിക്കും വിധി വരേണ്ടതായിരുന്നു. എന്തൊക്കെയോ തടസ്സങ്ങൾ മൂലം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കാരണമാണ് ഇത്രയും നീണ്ടുപോയത്. ആ ഇടയ്ക്കാണ് ഇപ്പോൾ ദിലീപ് CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. ആ ഒരു ഹർജിയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. പൂർണ്ണമായിട്ടും വിചാരണ, അതായത് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും സ്വാഭാവികമായിട്ടും ഉയരുന്ന ചോദ്യവും അത് തന്നെയാണ്. ഇത്രയും നാളും ഒരു അന്വേഷണത്തിന് അല്ലെങ്കിൽ തുടരന്വേഷണം ആവശ്യപ്പെടാതെ ഈ ഒരു കേസിന്റെ വിചാരണ എല്ലാം പൂർത്തിയാക്കി വിധി പറയാൻ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് തള്ളുമെന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ വൃത്തങ്ങൾക്കും തന്നെ അറിയാമായിരുന്നു, അല്ലെങ്കിൽ ഊഹിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? കാരണം ഈ CBI അന്വേഷണം എന്ന് പറയുന്നത് ഒരു പുകമറയായിട്ട് വെക്കാമെന്ന് ഒരുപക്ഷെ ദിലീപ് കരുതി കാണും. കാരണം കുറച്ചുകൂടെ കേസ് നീളുക എന്നുള്ളതാണ്. കാരണം വിചാരണ പൂർത്തിയാക്കുന്നതിന് മുൻപായിട്ട് അടുത്ത അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കേസ് വഴിത്തിരിവിലേക്ക് അന്വേഷണം CBIയിലേക്ക്. കാരണം നമുക്കറിയാം, ഇതിനു മുമ്പ് വാളയാർ കേസ് സംബന്ധിച്ചാൽ പ്രമാദമായിട്ടുള്ള ഒരു കേസായിരുന്നത്. വളരെ ചെറുപ്രായത്തിലെ 2 പെൺകുട്ടികൾ, എനിക്ക് തോന്നുന്നു 7 വയസ്സും 7ാം ക്ലാസ് 13 വയസ്സുള്ള 2 കുട്ടികൾ വാളയാർ ആത്മഹത്യ ചെയ്തു. അതായത് അവർക്ക് ഇതുവരെ ഉത്തരത്തിൽ തൂങ്ങി മരിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് ഒരിക്കലും എത്താൻ പറ്റാത്ത ഉത്തരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നു. അവരുടെ അമ്മ അവർ റേപ്പ് ചെയ്യപ്പെട്ടു എന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞു. കാലങ്ങളായിട്ട് റേപ്പ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് തെളിയുന്നു. ഉടനെ തന്നെ അവരുടെ അമ്മ തലയൊക്കെ മുണ്ടനം ചെയ്തുകൊണ്ട് CBIക്ക്, ക്രൈംബ്രാഞ്ചിന് ആദ്യം അന്വേഷണം കൊടുക്കുന്നത് നോർമൽ പോലീസിന്, അതിനുശേഷം അത് പറ്റത്തില്ല CBIക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് അവരങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ CBI അന്വേഷിക്കുന്നു. അപ്പോൾ അങ്ങനെ നീണ്ടു പോവുകയാണ്, വിചാരണ അങ്ങ് നീണ്ടു പോവുകയാണ്. അതിനുശേഷം അവർ ആ CBIയുടെ അന്വേഷണം തൃപ്തിപ്പെടാഞ്ഞിട്ട് രണ്ടാമത് ലേഡി, അതായത് ഒരു വനിതാ അംഗമായിട്ടുള്ള അല്ലെങ്കിൽ വനിതാ നേതൃസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഒരു CBI രണ്ടാമത്തെ ടീം അന്വേഷിക്കുന്നു. അതൊക്കെ ഒരു ചരിത്രമായിരുന്നു. രണ്ടാമതെയും CBI അന്വേഷിക്കുക. അവസാനം ആ രണ്ടാമത്തെ ടീമും കണ്ടെത്തി. രണ്ടാമത്തെ ടീം പരിപൂർണ്ണമായിട്ട് അവർ വിധി എഴുതി ഒരു പൂർണ്ണ എവിഡൻസ് കൂടി പറയുകയാണ്, ഇത് അച്ഛൻ്റെയും അമ്മയുടെയും അറിവോടുകൂടിയാണ് ഈ പറയപ്പെടുന്ന ആ കുഞ്ഞുങ്ങൾ റേപ്പ് ചെയ്യപ്പെട്ടതെന്നുള്ള സത്യം അവർ പുറത്തു കൊണ്ടുവന്നു. അങ്ങനെ കുറെ കാലം ഈ പറയപ്പെടുന്ന കള്ളന് തന്നെ അറിയാമായിരുന്നു, ഇതിപ്പം ഈ സ്ത്രീക്ക് തന്നെ അറിയാമായിരുന്നു, ഇതൊക്കെ ആരൊക്കെയോ അവർക്ക് പറഞ്ഞു കൊടുത്ത ബുദ്ധിയാണ്. എന്തായാലും അവർ ലോക ഫ്രോഡായിരുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ സ്വന്തം കുഞ്ഞുങ്ങളെ ഇങ്ങനെ അനുവദിച്ചത്. അത് തന്നെയാണ്, ആ ഒരു പാത തന്നെയാണോ ദിലീപ് പിന്തുടർന്നതെന്ന് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം എല്ലാവർക്കും വക്കീലന്മാരുണ്ടല്ലോ, വക്കീലന്മാരുടെ ബുദ്ധി ചിലപ്പോഴൊക്കെ കോമൺ ആയി പോയേക്കാം. സോ ദിലീപും ഒരുപക്ഷെ കീഴ്ക്കോടതി ആദ്യം തള്ളിയൊരു വിധിയാണിത്. CBIയുടെ അന്വേഷണം കീഴ്ക്കോടതി വേണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് CBI തള്ളി, ഹൈക്കോടതിയും അതുവരെ തള്ളിയിരിക്കുന്നു. പക്ഷേ പൾസർ സുനിയുടെ ഒരു വെളിപ്പെടുത്തലോട് കൂടി ദിലീപ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും ഒരു പക്ഷേ ഞാൻ പെട്ടേക്കാം. അത് അവസാന നിമിഷം വരെ അദ്ദേഹത്തിന് പ്രതീക്ഷ ഉണ്ടാവാം, എന്നെ കുറ്റവിമുക്തനായേക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ചെറിയ ശിക്ഷ അങ്ങനെ എന്തെങ്കിലും പറ്റും. 8ാം പ്രതിയാണല്ലോ, 1ാം പ്രതിയല്ല. സോ അത് ഒരുപക്ഷെ നിയമത്തിന്റെ ആ ഒരു ആനുകൂല്യത്തിൽ പുറത്തേക്ക് പോകാമെന്നൊരു ദിലീപ് വ്യാമോഹിച്ചിരുന്നിരിക്കാം. അവിടെയാണ് ഇപ്പോൾ തട വീണിരിക്കുന്നത് പൗർണമി. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ പൾസർ സുനി ഇപ്പോൾ വെളിപ്പെടുത്തിയ കാര്യങ്ങളെ നമ്മൾ വലിയ കാര്യമായിട്ട് പറയേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 വർഷത്തോളമായിട്ട് ഈ ഒരു കേസ് നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേസിൻ്റെ പ്രധാന സാക്ഷിമൊഴികളെല്ലാം, ഇപ്പം ഈ മരിച്ചുപോയ ബാലചന്ദ്രകുമാർ അടക്കമുള്ളവരെ ഏകദേശം 1.5 മാസത്തോളം ചോദ്യം ചെയ്യലും അല്ലെങ്കിൽ ഈ സാക്ഷി വിസ്താരവും ഒക്കെ നടത്തിയതിന് ശേഷമാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചത്. നമുക്കറിയാം, ഈ സമീപകാലത്ത്, അതായത് കോടതി വിധി പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ എത്രയും വേഗം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിചാരണ പൂർത്തിയാക്കണമെന്നാണ്. പക്ഷേ എങ്കിൽ പോലും ഈ 8 വർഷത്തോളം നീണ്ടു നിൽക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് പഴുതടച്ചുള്ള അന്വേഷണം തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നടന്നതെല്ലാം, കാരണം അതിജീവിത അത്രയധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്.
ഈ പറയുന്ന പൾസർ സുനി, ഒന്നാം പ്രതിയായ പൾസർ സുനി വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ചാനലിൽ, ഒരു പ്രമുഖ ചാനലിന് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അടക്കം നമ്മൾ പരിശോധിച്ചാൽ ഇതെല്ലാം ഓൾറെഡി പോലീസിന്റെ പക്കലുള്ള മൊഴിയായിരിക്കണം. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു അതിജീവിത എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ആ ഒരു സമയത്ത് നേരിട്ടിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ഈ പറയുന്ന ആള് ഈ ഒരു കുറ്റകൃത്യം ചെയ്ത ആളാണ്, ഒരിക്കലും അയാളെ ന്യായീകരിക്കാൻ പറ്റില്ല. ആ ആൾ എന്ത് പറയുന്നതും എത്ര വിശ്വാസത്തിൽ എടുക്കണം എന്നുള്ളതിനെ പറ്റി നമുക്കറിയില്ല. പക്ഷെ അപ്പോഴും ഒരു കാര്യം എന്ന് പറയുന്നത്, ആദ്യം മുതൽ തന്നെ ഈ വിരലുകളെല്ലാം ചൂണ്ടിയിരുന്നത് ദിലീപിലേക്ക് തന്നെയാണ്. ഇനിയിപ്പോൾ സപ്പോസ് ഒരു വിഭാഗം പറയുന്നുണ്ട് ഒരു പക്ഷേ അല്ലെങ്കിൽ ദിലീപ് കുറ്റക്കാരനാണെന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും, എന്തായാലും വിധി വന്നില്ലല്ലോ എന്നൊക്കെ. പക്ഷേ ശരിയാണ്, നമ്മുടെ ഇവിടുത്തെ ഒരു സാഹചര്യം അല്ലെങ്കിൽ നിലവിലത്തെ കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ നമുക്ക് വെച്ച് നോക്കുമ്പോൾ ഒരാൾക്ക് അങ്ങനെ ഒരാളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു കേസിനെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള അന്വേഷണം, കാരണം ഇത്രയും സമയമെടുത്തുള്ള ഒരു അന്വേഷണമായിരുന്നു. അതിനിടയ്ക്ക് പല തിരിമറികളും നടന്നു. ഇപ്പം മെമ്മറി കാർഡ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കാണാതാവുന്നു, മൊബൈൽ ഫോൺ കിട്ടിയിട്ട് അത് മെമ്മറി കാർഡ്, കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ ഈ ഒരു കേസിനെ അട്ടിമറിക്കാൻ പല തവണ നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞൊരു 3-3.5 വർഷമായിട്ട് ഈ ഒരു കേസ് ഫോളോ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട നിയമവശത്തിലുള്ള അല്ലെങ്കിൽ നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ചധികം കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് തന്നെ ഇത് പഴുതടച്ചുള്ള അന്വേഷണം തന്നെയാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളതെന്ന് എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. എന്ത് തന്നെയാണ്, ഇപ്പം ദിലീപ് നിരപരാധിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല, നമ്മളും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം. അതുപോലെ തന്നെ അതിജീവിതയ്ക്ക് നീതി കിട്ടണം എന്നുള്ള ആഗ്രഹം എല്ലാവരെയും പോലെ തന്നെ നമുക്കും ഉണ്ട്. അല്ലാതെ ഇപ്പൊ ദിലീപിന്റെ മേലിലോട്ട് എല്ലാ ചാരി വെച്ച് വിധി പറയാത്ത കേസിൽ നമ്മൾ വിധി പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല, അല്ലേ ശരിക? അതെ, കാരണം നമ്മളിവിടെ വിധിക്കാൻ ആരുമല്ല, നമ്മൾ ആരും കയ്യിൽ ഈ പറയുന്ന ഈ മാധ്യമപ്രവർത്തകർ ആരും തന്നെ കയ്യിൽ നിന്നൊരു കഥ ഉണ്ടാക്കിയിട്ടല്ല ദിലീപിനെ ഫ്രെയിം ചെയ്ത് അല്ലെങ്കിൽ ദിലീപിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ പറയപ്പെടുന്ന കേസിലേക്ക് പെടുത്തിയത്. കാരണം ജനങ്ങളെ പോലെ തന്നെ മാധ്യമപ്രവർത്തകരും ഒരുപോലെ ഞെട്ടി, മാധ്യമപ്രവർത്തകർ എന്നല്ല സിനിമാ മേഖലയിലുള്ളവർ എല്ലാവരും ഒരുപോലെ ഞെട്ടിയ ഒരു സംഭവമായിരുന്നു ദിലീപ് ഇതിൽ പെട്ടു എന്നുള്ള കാര്യം. കാരണം അതിന്റെ തലേന്ന് വരെ ഇങ്ങനൊരു വിഷയം നടന്നപ്പോൾ, അതായത് ഈ അതിജീവിതയ്ക്ക് ഒരു വിഷയം നടന്നപ്പോൾ ഒരു പ്രസംഗം, അന്ന് എനിക്കൊന്ന് അമ്മയുടെ മീറ്റിംഗോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, എന്തോ ചലച്ചിത്ര താരങ്ങളുടെ എന്തോ മീറ്റിംഗ് ആണ്, അതിനകത്ത് എനിക്കൊന്ന് മഞ്ജുവാരിയൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് ദിലീപ് അതിനകത്ത് പറയുന്നുണ്ട്, ഇത് ചെയ്ത് നമ്മുടെ വീട്ടിലെ എൻ്റെ അമ്മയ്ക്കോ പെങ്ങൾക്കോ അല്ലെങ്കിൽ എൻ്റെ മകൾക്കോ വരുന്നൊരു ഫീലാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്കൊരു ഒരു നീതി മേടിച്ച് കൊടുക്കണമെന്നൊരു ഘോര പ്രസംഗമൊക്കെ അദ്ദേഹം നടത്തിയിരുന്നു. അതിന്റെ പിറ്റേന്നാണ് പൾസർ സുനി വെളിപ്പെടുത്തുകയും അതോടെ ദിലീപിലേക്ക് വിരൽ ചൂണ്ടപ്പെടുകയും ചെയ്ത്. വെറുതെ ആരെങ്കിലും, അങ്ങനെയാണെങ്കിൽ എത്രയോ നടന്മാരുണ്ട് ആ സമയത്ത്, ഈ പറയുന്ന ദിലീപിന്റെ ശിങ്കിടികളുണ്ട്, ദിലീപിനെ അനുകൂലിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഈ പെണ്ണുങ്ങളുടെ വിഷയങ്ങളിൽ, അതായത് നടിമാരുടെ വിഷയങ്ങളിൽ താല്പര്യമുള്ള നായികമാര് അല്ലെ നായകന്മാരുണ്ട്, അതായത് സ്ത്രീകൾ കൂടുതൽ ഉപയോഗിക്കുന്ന നായകന്മാരെന്ന പേരുദോഷം കേൾപ്പിച്ച നായകന്മാരൊക്കെ ആ സമയത്ത് സിനിമയിലുണ്ട്. പക്ഷേ ഇതൊക്കെ നമുക്കറിയാം ആരാണെന്നുള്ളത്, ഈ മാധ്യമപ്രവർത്തകരെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമുക്കത് വിളിച്ചു പറയാൻ എവിഡൻസ് ഇല്ല. അത് വിളിച്ചു പറഞ്ഞ ഒന്നായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. സോ അതുകൊണ്ട് തന്നെ ആ സമയത്ത് എന്തുകൊണ്ട് ദിലീപിന്റെ നേരെ മാത്രം കൈ ചൂണ്ടപ്പെട്ടു? ഓക്കെ, ഒരു പെൺകുട്ടിയെ ഈ പറയപ്പെടുന്ന അതിജീവിതയെ ബലാത്സംഗ കൊട്ടേഷൻ കൊടുക്കാൻ മാത്രം ദിലീപ് അന്ന് അതപ്പതിച്ചു പോയിരുന്നുവോ? 86 ദിവസത്തോളം അദ്ദേഹത്തെ ജയിലിൽ ഇടുകയുണ്ടായി. എനിക്ക് തോന്നുന്നു അദ്ദേഹം കാവ്യമാധവനായിട്ട് കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കണ്ടേ ആയിട്ടുള്ള ആ സമയത്ത് 2016 നവംബറിലായിരുന്നു ഇവരുടെ വിവാഹം. ഓക്കെ, അങ്ങനെ ആ ഒരു കേസ് വരികയും ഈ പറയപ്പെടുന്ന 2017 17 സംഭവം നടന്നത്. അതിജീവിതയായിട്ടുള്ള 2017 ഫെബ്രുവരി 17 ഈ ഒരു സംഭവം, ഈ ബലാത്സംഗം. അപ്പൊ കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ കാവ്യമാധവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട്. അങ്ങനെ ഭയങ്കര ഒരു എല്ലാവരും ഈ പറഞ്ഞ പോലെ പൗർണമി നേരത്തെ പറഞ്ഞ പോലെ മാധ്യമപ്രവർത്തകർ നിങ്ങളെ പോലെ തന്നെ നമ്മളും ഒരുപാട് ഷോക്കായി പോയൊരു സംഭവം തന്നെയായിരുന്നു. നമുക്ക് വിശ്വസിക്കാൻ പല ആദ്യ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നു ദിലീപ് നിരപരാധിയായിരിക്കാം, അദ്ദേഹത്തെ പെടുത്തിയതാണ്, അതേ ഒരിക്കലും. പക്ഷെ പോകെ പല വെളിപ്പെടുത്തലുകൾ പുറത്തേക്ക് വരികയും അദ്ദേഹത്തെ ഭയമില്ലാത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു കോക്കസിനകത്ത് പെടാത്തവരൊക്കെ പലരും വന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ അദ്ദേഹത്തിന്റെ പല എവിഡൻസുകളും സാഹചര്യ തെളിവുകളും വെച്ച് പലരും യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് പറയുകയൊക്കെ ചെയ്തപ്പോൾ പിന്നെ കുറേയധികം ആൾക്കാർക്ക് സംശയം തോന്നി. പിന്നെ അദ്ദേഹത്തിന്റെ കൈയാളായിട്ട് നിൽക്കുന്ന ഈ പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തി വേറെ നടന്മാരുടെ പേരൊന്നും പറഞ്ഞില്ല പൗർണമി, വേറെ എന്തോരം നടന്മാരുണ്ടായിരുന്നു. മാത്രമല്ല ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് പലരും കൂറുമാറുന്നോ മൊഴി മാറ്റി പറയുന്ന ഒക്കെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു കേസിന്റെ നാൾ വഴികൾ ഇപ്പോൾ 2017 ഫെബ്രുവരി 17 ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുന്നത്. അതിനുശേഷം ഒരിക്കലും ഈ പരാതിയുമായിട്ട് അതിജീവിത പോകുമെന്ന് കരുതിയില്ല, അവിടെ തന്നെ താളം തെറ്റി. അതുമുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, കേസ് മാറ്റിവെക്കുന്നതാണേലും വിധി പറയുന്ന കാര്യങ്ങളിലാണെങ്കിലും ഓരോ പുതിയ വെളിപ്പെടുത്തലുകളും തെളിവുകളും ഈ സൈഡ് നിൽക്കുക, അതായത് ദിലീപിന്റെ സൈഡ് പറയുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന ആളുകളുണ്ട്. അതിനകത്ത് പല ഉദ്യോഗസ്ഥരും പെടുന്നു. ഇപ്പൊ ഈ പൾസർ സുനിയുടെ വെളിപ്പെടുത്തലുകൾ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇവൻ ജയിലിനുള്ളിൽ പോലും ഈ പറയുന്ന പ്രതികൾക്ക് സപ്പോർട്ട് ചെയ്ത ആളുകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ അവര് ഒളിക്യാമറയിൽ അല്ലെങ്കിൽ ഹിഡൻ ക്യാമറയിൽ പകർത്തിയതിനപ്പുറം
ഇത്രയും നാൾ ജയിലിൽ കഴിഞ്ഞ ഒരാളാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് എല്ലാ ഡീറ്റെയിൽസും ഓൾറെഡി നമ്മുടെ പോലീസിന്റെ മികവൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയാലോ ശരിക്കും. അപ്പോൾ എന്താണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ വെടിപ്പായിട്ട് ഈ തലങ്ങനെ വിലങ്ങനെയൊക്കെ ചോദ്യം ചോദിച്ച് അറിയേണ്ട കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയതായിരിക്കും കുറ്റപത്രം. അപ്പോൾ തീർച്ചയായിട്ടും ഏകദേശം അല്ല, ഇനി അധികം വൈകാതെ തന്നെ വിധി പറയാനിരിക്കുന്ന ഒരു കേസിൽ നമ്മൾ വിധി പറയേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അതിന്റെ കാര്യവുമില്ല. പക്ഷേ അപ്പോഴും ഈ ആളുകളുടെ ഒരു ഭയങ്കരമായിട്ട് സ്നേഹിച്ചിരുന്ന ഒരു നടനാണ് ഈ ദിലീപ്. പക്ഷേ ഈ ഒരു ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പൊ ശാരിക സൂചിപ്പിച്ചതുപോലെ പുറത്തു വന്നതിന് ശേഷമാണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഒളിഞ്ഞും തെളിഞ്ഞും അല്ലെങ്കിൽ പരസ്യമായിട്ടാണെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ, മറ്റേന്ന് പറഞ്ഞാൽ എല്ലാവരും അടക്കം പറയുമായിരുന്നു ഈ സിനിമാ മേഖലയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് ഇത്തരം ഒരു മാഫിയ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും ഒരുപോലെ ബോധ്യമായത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ പൾസർ സുനിയുടെ പല ഇപ്പൊ ഈ ഒരു പ്രമുഖ ചാനലിനോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ നോക്കുകയാണെങ്കിലും അതിനകത്ത് എവിടേക്കോ എന്തൊക്കെയോ ലോജിക്കുണ്ട്. കാരണം കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോൾ നോർമലി ചിന്തിക്കുന്ന ആർക്കും ഒരു കണക്ഷൻ തോന്നും. പക്ഷെ എന്നിരുന്നാലും നിരപരാധിയാണെങ്കിൽ ഒരിക്കലും ആരും ശിക്ഷിക്കപ്പെടരുത് എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്, അല്ലേ ശാരി? അതെ കാരണം ഈ ഒരു കേസിൽ അതായത് വേറൊന്നുമല്ല, വർഷം 7 കഴിഞ്ഞിരിക്കുന്നു. അതായത് അവർ അനുഭവിച്ച ആ മാനസികാഘാതവും ശാരീരിക ആഘാതത്തിന്റെ ഒരു മൂല്യം വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ കൂടിയ കാലയളവാണ് ആ പ്രതിക്ക്. അത് ആര് തന്നെയായാലും, ദിലീപ് ആയിക്കോട്ടെ, ഇനി പൾസർ സുനി ആയിക്കോട്ടെ, ഇനി വേറെ ആരെങ്കിലും മറിഞ്ഞിരിക്കുന്നുണ്ടോ ഇതൊന്നും നമുക്കറിയില്ല. എന്തായാലും വിചാരണ പൂർത്തിയാക്കി ഉടൻ തന്നെ ശിക്ഷാവിധി വന്നാൽ മാത്രമേ ഇതിൽ കൂടുതൽ കാലയളവൊക്കെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു അതിജീവിതം, അതും ഒരു റേപ്പ് വിക്ടിം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം അവരെ ബലാത്സംഗം ചെയ്ത് അതിജീവം എന്ന പേര് വിട്ട് അവർ ഇങ്ങനെ ഒറ്റയാൾ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ നമ്മൾ ലജ്ജിക്കും, നമ്മുടെ നിയമങ്ങളിൽ ലജ്ജിക്കുകയാണ്, തലകുനിഞ്ഞു പോവുകയാണ്. അവരെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീത്വത്തെ സ്നേഹിക്കുന്ന ഏതൊരാളുടെയും തലകുനിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. കാരണം വേറൊന്നും കൊണ്ടല്ല, അത് ദിലീപോ അല്ലെങ്കിൽ വേറെ ഏത് നടനോ ആരെങ്കിലും ആയിക്കോട്ടെ, എന്തുകൊണ്ട് വിധി വരുന്നില്ല? ഇത്രയും അധികം നീളാൻ കാരണക്കാരനും ദിലീപാണെന്നാണ് പറയപ്പെടുന്നത്. അതായത് പലതരത്തിലുള്ള മാൽ ഫങ്ഷൻസുകൾ, എവിഡൻസുകൾ ഈ പറയപ്പെടുന്ന ഫാബ്രിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പലരെയും കുറുമാറ്റിക്കുക, പലരും മരണപ്പെടുകയുണ്ടായി. അതിൻ്റെയൊക്കെ പിന്നിൽ ആരാണെന്ന് ആർക്കറിയാം. എന്ത് തന്നെയായാലും നമ്മുടെ നിയമത്തിൽ നമ്മൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരും പരിപൂർണമായി തന്നെ വിശ്വസിക്കുന്നു. അതിജീവിതയ്ക്കും വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഒറ്റയാൾ ഫൈറ്റിന് അവർ ഇറങ്ങിയിരിക്കുന്ന ഒരു ധീരയായ ഒരു പെൺകുട്ടിയായാണ് അവരെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർക്ക് വളരെ വേഗം തന്നെ അവർ അനുഭവിച്ച ആ ഒരു ദുരന്തത്തിനൊരു വിധി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നീതി കിട്ടുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം.